വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 7 തിരുവാക്യം. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയാണ്. കർത്താവേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. നമ്മുടെ സകല ഭാരങ്ങളെയും, നമ്മൾ അനുഭവിക്കുന്ന മടുപ്പ്, ക്ഷീണം, തളർച്ച, വിട്ടുമാറാത്ത ചില രോഗങ്ങള്, നമ്മുടെ കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന വിവിധങ്ങളായ തകർച്ചകൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. പ്രിയ സഹോദര സഹോദരി, എല്ലാ തളർച്ചകളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ രക്തത്തോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുവിന്റെ രക്തത്തോടെ ലഭിക്കുന്ന വിമോചനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി, വിശുദ്ധീകരണ കൃപയ്ക്ക് വേണ്ടി നമ്മൾ വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ തിരുച്ചോരയെ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവിന്റെ തിരുരക്തമേ, പാപബന്ധനത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ചോരയാൽ ഞങ്ങൾ അനുഗ്രഹീതരാകട്ടെ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വലിയ വിശ്വാസത്തോടെ യേശുവിന്റെ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരക്തത്തോടെ ലഭിക്കുന്ന അത്ഭുത നന്മകളാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാൻ എല്ലാം മറന്ന് കർത്താവിന്റെ തിരക്തത്തെ വിളിച്ച് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ. അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. പാപരോഗ ശാപബന്ധനങ്ങള് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, കറയില്ലാത്ത രക്തം ഒഴുകട്ടെ. എല്ലാവരും ചേർന്ന് രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഹൃദയം തുറന്നു പാടി പ്രാർത്ഥിച്ചേ. അഭിഷേകം, അഭിഷേകം നിറയട്ടെ. രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. കർത്താവിന്റെ ചോരയാൽ അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, രോഗശാന്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, ദുഃഖ ദുരിതങ്ങളിൽ, പരാജയങ്ങളിൽ കർത്താവിന്റെ തിരിച്ചൊരു ഒഴുകപ്പെടുവാൻ, അവിടെയെല്ലാം വിശുദ്ധീകരണം ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, അഭിഷേക നിറവുണ്ടാകാൻ യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരമുയർത്തണമേ. അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവിക കൃപാവരങ്ങളാൽ ഞങ്ങളെല്ലാം പ്രകാശിതരായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ചോരയാൽ പാപശക്തികൾ നിർവീര്യമാകട്ടെ. കർത്താവിന്റെ ചോരയാൽ ശാപകെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. കർത്താവിന്റെ ചോരയാൽ പൈശാചിക ആധിപത്യങ്ങൾ തകർക്കപ്പെടട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കുടുംബ അന്തരീക്ഷത്തിലുള്ള സകല അശുദ്ധികളും കർത്താവിന്റെ ചോരയുടെ ശക്തിയാല് കരിഞ്ഞ ചാരമായി പോകട്ടെ. അശുദ്ധികളെ തകർക്കുന്ന, പാപബന്ധനങ്ങൾ നിർവീര്യമാക്കുന്ന, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും ഒടിച്ചു കളയുന്ന കർത്താവിന്റെ ചോരയാൽ ഞങ്ങൾ മുദ്രിതരാകട്ടെ, ഞങ്ങൾ അഭിഷേചിതരാകട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാം രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ജൂലൈ 1-ാം തീയതി സാർവത്രിക സഭയിൽ തിരുരക്തത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ സകല നന്മകളാലും നമ്മുടെ ജീവിതം സമ്പന്നമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ രക്തം അത്ഭുത രക്തം. യേശുവിൻ രക്തം അത്ഭുത രക്തം. കർത്താവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭ്യമായ നേട്ടങ്ങൾ അനവധിയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവകൃപയുടെ സമൃദ്ധിക്കൊത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവിടുത്തെ രക്തം വഴി സമ്പൂർണമായ രക്ഷയും കൈവന്നിരിക്കുന്നു. ഒരുപാട് ആനന്ദം നൽകുന്ന തിരുവാക്യമാണിത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷയുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് പര്യാപ്തമാണ്. ഇതെത്ര വലിയ സദ്വാർത്തയാണ്. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി എന്ന് നിങ്ങൾ പറയുന്നത്? യേശുവിൻ്റെ രക്തത്തിലൂടെ സൗഖ്യവും വിടുതലും അനുഗ്രഹവും അഭിഷേകവും സ്വന്തമാക്കാൻ കഴിയുമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് നമുക്ക് നോക്കാം. ഹെബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാം തിരുവചനം. കർത്താവായ യേശുവിൻ്റെ രക്തശരീരങ്ങളുടെ ശക്തിയുടെ രഹസ്യം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആരായിരുന്നു? നമ്മുടെ കർത്താവിൻ്റെ ബ്യൂട്ടി, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ കർത്താവിൻ്റെ ശക്തി, അതിൻ്റെ രഹസ്യം എന്താണ്? പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായ നമ്മുടെ കർത്താവ്. 4 കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് ഈ വചനം പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, നമ്മുടെ കർത്താവ് പരിശുദ്ധനായ ദൈവമാണ്. അവനിൽ അശുദ്ധിയുടെ ഒരു അംശം പോലുമില്ല. യേശുവിൻ്റെ ശരീരം പരിശുദ്ധമാണ്. ആയതിനാൽ അവൻ്റെ രക്തം പരിശുദ്ധമായിട്ട് മാറി. യേശുവിൻ്റെ രക്തത്തിന്മേൽ പിശാചിനെ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. കാരണം അത് പാപരഹിതമായ രക്തമാണ്, കറയില്ലാത്ത രക്തം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്,
ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. കാരണം ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഈ ലോകത്തിൻ്റെതായ യാതൊന്നും യേശുവിൽ ഉണ്ടായിരുന്നില്ല. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ യേശു ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. രണ്ടാമത്, അവൻ ദോഷരഹിതനാണ്. കുറവുകളോ കുറ്റങ്ങളോ യാതൊരു വിധത്തിലുള്ള ദോഷവും അവനിലില്ല. ആയതിനാൽ യേശുവിൻ്റെ രക്തം അത് കുറ്റമില്ലാത്ത രക്തമായി. യേശുവിൻ്റെ രക്തം അത് അമൂല്യമായ കറയില്ലാത്ത രക്തമായി. ഈ രക്തത്തെ അന്നും ഇന്നും പിശാച് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികൾ തകർക്കപ്പെടുന്നത്, പാപബന്ധനത്തിന് കെട്ടുകൾ പൊട്ടിപ്പോകുന്നത്, വർഷങ്ങളായി കുടുംബങ്ങളും തലമുറകളും അനുഭവിക്കുന്ന ചില അടിമത്ത ബന്ധനങ്ങളിൽ നിന്ന് അവർ സ്വതന്ത്രരാക്കപ്പെടുന്നത്. യേശു ദോഷരഹിതനായിരുന്നു. മൂന്നാമത് വചനം പറയുകയാണ്, നിഷ്കളങ്കൻ, ചതിയില്ലാത്തവൻ, വഞ്ചനയും കാപട്യമില്ലാതെ യേശു ലോകത്തിൽ ജീവിച്ചു. യേശുവിൻ്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. അത് വളരെ പരിഭാവനമായ രക്തമാണ്. നാലാമത്, പാപികളിൽ നിന്ന് അവൻ വേർതിരിക്കപ്പെട്ടു. മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചാലും ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. ഈ വിശേഷ ഗുണങ്ങളുള്ളവൻ ലോകത്തിൽ ഒരുവൻ മാത്രം, അത് യേശു മാത്രമാണ്. യേശുവിൻ്റെ അനന്യത ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ യൂണിക്നെസ്. ആയതിനാൽ യേശുവിൻ്റെ കുരിശിലെ ബലി മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷയ്ക്ക് കാരണമായി ദൈവപിതാവ് മാറ്റുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുണ്ട്. കർത്താവിൻ്റെ തിരുരക്തം വഴി ഒരുപാട് നന്മകൾ നമുക്ക് ലഭ്യമായി. അതിലേതാനും ചിലത് വചനാടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, യേശുവിൻ്റെ രക്തം അത്ഭുത രക്തമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണത്. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നു. യേശുവിൻ്റെ രക്തം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന രക്തമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം, ദൈവം തന്റെ ജനത്തോട് പറയാ, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ട അത്ഭുതമുണ്ട്, നമുക്ക് വേണ്ട സൗഖ്യമുണ്ട്, നമുക്ക് വേണ്ട ഡെലിവറൻസ് ഉണ്ട്. ഞാനിത് പങ്കുവെക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു സ്ഥലത്ത് ധ്യാന ശുശ്രൂഷകൾ നടക്കുന്നു. 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ മാതാപിതാക്കള് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരികയാണ്. ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത, ശരീരം മുഴുവൻ വിവിധ വ്രണങ്ങളാൽ ഇങ്ങനെ അത് പൊട്ടി ഒലിച്ച് വളരെയധികം ഈ രോഗം മൂലം കഷ്ടപ്പെട്ട് ഈ കുഞ്ഞ് വേദനിക്കുകയാണ്. തങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ഈ മാതാപിതാക്കളും ഒരുപാട് ദുഃഖിതരാണ്. അവർ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ മകൾക്ക് വേണ്ട സൗഖ്യം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു പ്രേരണ നൽകി. കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം അത്ഭുത രക്തമാണ്. ഞങ്ങൾ ഒരുമിച്ച് ടീം മുഴുവൻ കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തമേ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. യേശുവിൻ്റെ രക്തമേ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി അവിടെ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അന്നത്തെ ശുശ്രൂഷകൾ അവസാനിച്ചു. ജനം മുഴുവൻ രാത്രി വിശ്രമിക്കാനായിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷത്തോടെ ഓടി വന്നു. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്രണബാധിതമായിട്ടുള്ള
പ്രത്യേകിച്ച് ഈ കൈത്തണ്ടയുടെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ പൊട്ടി ഒലിച്ച് ചൊറിഞ്ഞാകെ പഴുത്തിരിക്കുകയായിരുന്നു. ആ ഭാഗങ്ങളെല്ലാം കരിഞ്ഞ് അവിടെ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. ആ വ്രണവും പഴുത്തൊലിപ്പൊക്കെ വിട്ടുമാറിപ്പോയി പരിപൂർണമായ സൗഖ്യം നൽകി കർത്താവിൻ്റെ ആത്മാവ് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ഇത് കണ്ടപ്പോൾ അറിയാതെ ഹൃദയത്തിൽ ആനന്ദം നിറയാൻ തുടങ്ങി. കർത്താവിൻ്റെ രക്തം അത്ഭുത രക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ തിരുവാക്യം. യേശു മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി പടയാളികളിൽ ഒരുവൻ കർത്താവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയാണ്. ഈ സമയം ആ പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളം ഒഴുകുകയാണ്. ചരിത്രം പറയുന്നു, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ലുങ്കിനിയോസ് കർത്താവിൻ്റെ പാർശ്വത്തിൽ കുത്തി. കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട ആ രക്തത്തിലൂടെ അവൻ സൗഖ്യം പ്രാപിക്കുകയാണ്, അവന് കാഴ്ച കിട്ടുകയാണ്. ആ രംഗം നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കേ. യേശുവിന്റെ രക്തം അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത്, യേശുവിന്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, തിന്മയുടെ പോരാട്ടങ്ങളിൽ നിന്ന് കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മളെല്ലാം സംരക്ഷിക്കപ്പെട്ടു. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7-ാം വചനത്തിൽ കർത്താവ് തന്റെ ജനത്തോട് പറഞ്ഞു, പെസഹ ഭക്ഷിക്കാൻ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, നിങ്ങൾ ആ മാംസം ഭക്ഷിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് നിങ്ങൾ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ കട്ടിള കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ആവശ്യപ്പെട്ടത്? 12-ാമത്തെ വചനം. ആ രാത്രിയിൽ സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിക്കുവാനായിട്ട്. എന്നാൽ രക്തത്തിന്റെ മുദ്രയുള്ള ഭവനങ്ങളെയെല്ലാം അവൻ കടന്നു പോകും. ഞാൻ ഈ വചനം വായിച്ച് അതിശയപ്പെട്ടു. കർത്താവിനെ തന്റെ ജനത്തോടുള്ള കരുതലാണ് ഇവിടെ വെളിപ്പെടുന്നത്. സംഹാരദൂതൻ ഇങ്ങനെ പോവുകയാ, അങ്ങ് അകലൊരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അവൻ ഓടിയെടുക്കുകയാണ്, തന്റെ സംഹാരത്തിന് പ്രവൃത്തി ചെയ്യാൻ. എന്നാൽ ആ വീട്ടിനോടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവൻ അലറി വിളിച്ച് പുറകോട്ട് മാറുകയാണ്. കാരണം ആ ഭവനത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടയാളമുണ്ടായിരുന്നു. അത് ഇസ്രായേൽക്കാരുടെ വീടായിരുന്നു. ദൈവത്തിന് തിരുവെടുത്ത് പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിന് അടയാളമുണ്ടായിരുന്ന ഒരു ഭവനത്തിൽ പോലും പ്രവേശിക്കാൻ സംഹാരദൂതന് കഴിഞ്ഞില്ല. സംഹാരദൂതന്റെ പിടിയിൽ നിന്ന് ഇസ്രായേൽ കുടുംബങ്ങളെയെല്ലാം കർത്താവ് സംരക്ഷിക്കുകയാണ്. ഏതിലൂടെ? കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ. പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന് ഇസ്രായേൽ ഭവനങ്ങളെ സംഹാരദൂതൻ രക്ഷിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനേക്കാൾ എത്രയോ വലിയവനായ, എത്രയോ ശ്രേഷ്ഠനായ, മഹത്വപൂർണനായ നമ്മുടെ പെസഹ കുഞ്ഞാട യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന്, പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്ന്, തിന്മയുടെ പോരുകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും. പ്രിയ സഹോദര സഹോദരി, നീ എന്തിനാ ഭയപ്പെടുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം അവിടുത്തെ രക്തത്തിന്റെ മറവിലാണ്. നമ്മൾ പാടുന്നില്ലേ, I stay right under the blood, I stay right under the blood, I stay right under the blood, where the devil can do me no harm. ഞാൻ കർത്താവിന്റെ രക്തത്തിന്റെ മറവിലാണ്. ആയതിനാൽ പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വലതുകരം സ്വന്തം ശിരസിൽ വെച്ച് എല്ലാവരും ഈ വരികൾ വിശ്വാസപൂർവ്വം ഏറ്റുപാടി കർത്താവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ നന്മകൾ സ്വന്തമാക്കി പാടി പ്രാർത്ഥിക്കുകയും I stay right under the blood,
I stay right under the blood. I stay right under the blood, where the devil can do me no harm. Where the devil can do me no harm. നമ്മൾ കർത്താവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ മറവിലാണ്. നമ്മൾ ഉപദ്രവിക്കാനോ നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ തകർക്കാനോ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ മഹത്വത്തിൻ സാന്നിധ്യം ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരിലോട്ട് പോരുകയാണ്. രാത്രി ഒരു 1-1:30 മണി സമയമായിട്ടുണ്ട്. മൂവാറ്റുപുഴ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോരുന്ന സമയത്ത് ഒരു വലിയൊരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞ് ഞങ്ങളെ കാറിങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ട്രെയിലർ ലോറി ഞങ്ങൾ എതിർ ദിശയിലൂടെ ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളെ കാറിൻ്റെ തൊട്ട് മുൻപിൽ മറ്റൊരു കാറുണ്ട്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ഈ ട്രെയിലർ ലോറി അത് പെട്ടെന്ന് പുറകോട്ട് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചത് മുൻപോട്ട് വരികയാണെന്ന് വിചാരിച്ചത്. എന്നാൽ ഈ ലോറി പെട്ടെന്ന് പുറകോട്ട് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. മുൻപിലുള്ള കാറുകാരൻ ആ ലോറിയിൽ പോയി ഇടിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഞങ്ങൾ അതിവേഗതയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ട് ബ്രേക്ക് ചെയ്തു. മുന്നിൽ ആ കാറിനെ ഇടിച്ചില്ല എന്ന രീതിയിൽ തൊട്ടപ്പുറത്തെ ലോറിയാണ്. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ കാർ അതിനു മുന്നിൽ പോയി ഇടിക്കും. ആരെ പിടിച്ച് നിർത്തിയതുപോലെ ആ കാർ അവിടെ നിശ്ചലമായി നിൽക്കുകയാണ്. ഞങ്ങൾ മരണം മുന്നിൽ കണ്ടുപോയി. കർത്താവ് എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ചൊരു നിമിഷം അത്ഭുതകരമായ കർത്താവ് ആ വലിയ അപകടത്തിൽ നിന്ന്, ആ മരണ താഴ്വരയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവാണ്. ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും കർത്താവിൻ്റെ തിരുച്ചോരയുടെ മറവിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ആരെല്ലാം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണോ അവരെ തകർക്കാനോ നശിപ്പിക്കാനോ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ, ദൈവം ദാനമായത് നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളെ, തൊഴിൽ മണ്ഡലങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ എല്ലാം കർത്താവിൻ്റെ തിരുച്ചോരയുടെ മറവിലേക്ക് നമ്മൾ മറച്ചു പ്രാർത്ഥിക്കണം. നമുക്ക് ഏറ്റവും സുരക്ഷിതമായൊരു സങ്കേതമാണ്. സകല ഭയങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, സകല ദുഃഖങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. മൂന്നാമത്, യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് കർത്താവിൻ്റെ രക്തം. കുറ്റബോധത്തിൽ ഞാൻ ആ പാപം ചെയ്തു പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് ആരും കുറ്റബോധത്തിൽ കഴിയണ്ട. നിന്റെ പാപം എന്തുമാകട്ടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ അത് ഏറ്റുപറയുമ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ചോരയാൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. നമുക്ക് വിശുദ്ധീകരണമുണ്ട്. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. സ്വന്തം രക്തത്തിലൂടെ തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. സ്വന്തം രക്തത്തിലൂടെ തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ, ഇത് വലിയൊരു സദ്വാർത്തയാണ്. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് വേണ്ട സമ്പൂർണമായ വിശുദ്ധീകരണമുണ്ട്. തിരുരക്തത്തിൻ്റെ ശക്തി മനസ്സിലാക്കി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തെ തടയുന്ന, ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ കുടുംബവൃക്ഷത്തിലുള്ള എല്ലാ അശുദ്ധികളും കർത്താവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ട് നമ്മുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ എല്ലാ ദിവസവും ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. യുവജനങ്ങളെ, നമ്മുടെ യൗവനത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന
ലോകത്തിൻ്റെ കറകൾ, കടങ്ങൾ, അശുദ്ധിയുടെ മ്ലേച്ഛതകൾ ഇതെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടുവാൻ എല്ലാ ദിവസവും കർത്താവിന് തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി തിരുരക്തത്തോടുള്ള ഭക്തിയിൽ വളരുവാനും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളിലേക്കും കർത്താവിൻ്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സമർപ്പണത്തിൽ നമുക്ക് വളരാം. അതിനായിട്ടുള്ള തീഷ്ണത നമ്മളിൽ ജ്വലിക്കുവാൻ വേണ്ടി തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രക്തത്താൽ ദൈവദൂതന്മാർ നമ്മെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും നമ്മുടെ സഭാ സമൂഹങ്ങളെല്ലാം ശുദ്ധീകരിക്കുന്ന സമയമാണ്. തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ വളരുവാനായി തീരുമാനമെടുക്കണം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുരക്തത്തിൻ്റെ തിരുനാൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കുർബാനയായി നിങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ്. ഇരുകരങ്ങളെ യാതനാപുരം തുറന്നു പിടിച്ച് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ, നമ്മുടെ വേദനകളെ, രോഗങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പാപ സ്വാധീനങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക ശക്തികളെ എല്ലാം കർത്താവിന്റെ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരുടെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ രക്തത്തിന്റെ പെരുമഴ പെയ്യട്ടെ. നമ്മുടെ തലമുറകളെ ശുദ്ധീകരിക്കുന്ന രക്തം, നമ്മുടെ കുടുംബ വൃക്ഷത്തെ സൗഖ്യമാക്കുന്ന രക്തം, നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന രക്തം, വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലേ തിരുച്ചോരയാലേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, വ്യക്തി ജീവിതങ്ങൾ അഭിഷേകത്താൽ നിറയട്ടെ, ഓരോ വ്യക്തിയിലും വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഹല 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 ഹല. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം കടന്നു വരുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകുന്ന സൗഖ്യത്തിനായി, തിരുരക്തത്തിൽ അങ്ങ് നൽകുന്ന വിമോചനത്തിനായി, അനുഗ്രഹത്തിനായി, സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ 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 സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ധനമോഹം നമ്മെ നശിപ്പിക്കും. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ